വംശീയാധിക്ഷേപങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലത്ത് സംഗീതത്തിലൂടെ അതിനെ പ്രതിഷേധിക്കുകയും ജമൈക്കൻ ജനതയെ ഒറ്റക്കെട്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ലോകപ്രശസ്ത റെഗെ സംഗീതജ്ഞൻ ബോബ് മർലിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ദ ലൈഫ് സ്റ്റോറി ഓഫ് ബോബ് മർലി. ഫെബ്രുവരി 6 നോർവൽ സിൻക്ലെയർ മാർലിയുടെയും സെഡല്ല മാൽക്കത്തിൻ്റെയും മകനായി ജമൈക്കയിലെ 9 മൈലിലാണ് റോബർട്ട് നെസ്റ്റ മാർലി എന്ന ബോബ് മർലി ജനിച്ചത്. റോയൽ മറൈനിൽ ക്യാപ്റ്റനായിരുന്ന നോർവൽ മർലി സിറിയൻ ജൂത വംശജനും സെഡല്ല മാൽക്കം ആഫ്രോ ജമൈക്കൻ വംശജയുമായിരുന്നു. സെൻറ് ആനിലെ സ്റ്റെപ്നി പ്രൈമറി ജൂനിയർ ഹൈസ്കൂളിൽ നിന്നാണ് ബോബ് തൻ്റെ പ്രാഥമിക പഠനം ആരംഭിച്ചത്. 1955 ബോബ് മർലിക്ക് 10 വയസ്സുള്ളപ്പോൾ പിതാവ് തൻ്റെ 70-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. മർലിയുടെ അമ്മ പിന്നീട് അമേരിക്കയിൽ നിന്നുള്ള എഡ്വേർഡ് ബുക്കർ എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു. വെയ്ലർ ബാൻഡിലൂടെ പ്രശസ്തനായ ബണ്ണി വെയ്ലറും ബോബ് മർലിയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. സ്റ്റെപ്നി പ്രൈമറിയിലും ജൂനിയർ ഹൈസ്കൂളിലും പഠിക്കുമ്പോൾ അവർ ഒരുമിച്ച് സംഗീതം ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. 12 വയസ്സുള്ളപ്പോൾ മർലി 9 മൈൽ വിട്ട് അമ്മയോടൊപ്പം കിങ്സ്റ്റണിലെ ട്രെഞ്ച് ടൗണിലേക്ക് മാറി. അതിനുശേഷം ബോബ് മർലി, ബണ്ണി വെയ്ലർ, പീറ്റർ ടോഷ്, ജൂനിയർ ബ്രാത്ത്വൈറ്റ്, ബെവർലി കെൽസോ, ചെറി സ്മിത്ത് എന്നിവർ ചേർന്ന് വെയ്ലേഴ്സ് എന്ന മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചു. കോക്സോൺ ലേബലിനായുള്ള വെയ്ലേഴ്സിൻ്റെ സിമ്മർ ഡൗൺ എന്ന ആൽബം 1964 ഫെബ്രുവരിയിൽ 70,000 കോപ്പികൾ വിറ്റ് ജമൈക്കയിൽ 1-ാം സ്ഥാനത്തെത്തി. 1966 മർലി റീറ്റ ആൻഡേഴ്സനെ വിവാഹം ചെയ്ത ശേഷം അമേരിക്കയിലെ വിൽമിംഗ്ടണിലുള്ള അമ്മയുടെ വസതിക്ക് സമീപം കുറച്ചു കാലത്തേക്ക് താമസം മാറ്റി. ഈ കാലയളവിൽ ഡൊണാൾഡ് മർലി എന്ന അപരനാമത്തിൽ ബോബ് മറ്റു ജോലികളും ചെയ്തിരുന്നു. കത്തോലിക്കനായി വളർന്നെങ്കിലും 1960കളിൽ അമ്മയുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നുനിന്ന മർലി റസ്തഫാരി വിശ്വാസങ്ങളിൽ താൽപ്പര്യം കാണിച്ചു. ജമൈക്കയിലേക്ക് മടങ്ങിയ ശേഷം മർലി ഔദ്യോഗികമായി റസ്തഫാരിയിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഭീതിജനകമായ വളർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. റെഗെ സംഗീതമാണ് മർലി കൂടുതലും പിന്തുടർന്നത്. ഗാനരചയിതാവും ഗിറ്റാറിസ്റ്റും ഗായകനുമായിരുന്ന മർലിയുടെ സംഗീതത്തിൽ ജമൈക്കയുടെ രാഷ്ട്രീയ അരാജകത്വവും സാമൂഹിക സാഹചര്യങ്ങളും ഉൾപ്പെട്ടിരുന്നു. 1973 ഏപ്രിലിൽ ഐലൻഡ് റെക്കോർഡ്സിനായുള്ള വെയ്ലേഴ്സിൻ്റെ ആദ്യ ആൽബം ക്യാച്ച് എ ഫയർ ലോകമെമ്പാടും പുറത്തിറങ്ങുകയും 14,000-ഓളം കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്തു. അതേ വർഷം പുറത്തിറങ്ങിയ ഐ ഷോട്ട് ദ ഷെരീഫ് എന്ന ആൽബം ബിൽബോർഡ് ടോപ്പ് 100-ൽ 1-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 1974 വെയ്ലേഴ്സ് പിരിച്ചുവിട്ടെങ്കിലും ബോബ് മർലി ആൻഡ് ദ വെയ്ലേഴ്സ് എന്ന പേരിൽ മർലി റെക്കോർഡിംഗ് തുടർന്നു. 1975 നോ വുമൺ നോ ക്രൈ എന്ന ആൽബം ജമൈക്കയ്ക്ക് പുറത്തും ബോബ് മർലിയെ പ്രശസ്തനാക്കി. 1976 ഡിസംബർ 3 ജമൈക്കൻ പ്രധാനമന്ത്രി മൈക്കിൾ മാൻലി സംഘടിപ്പിച്ച സ്മൈൽ ജമൈക്ക എന്ന പരിപാടിക്ക് 2 ദിവസം മുമ്പ് മർലിയുടെ വീടിനുള്ളിൽ അജ്ഞാതരായ തോക്കുധാരികൾ കയറി ആക്രമിക്കുകയും മർലിയും ഭാര്യയും മാനേജർ ഡോൺ ടൈലറും ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. മർലിയുടെ നെഞ്ചിലും കയ്യിലും ചെറിയ മുറിവുകളുണ്ടായിരുന്നു. പരിക്കേറ്റ മർലി 2 ദിവസത്തെ വിശ്രമം കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്തതുപോലെ പരിപാടി അവതരിപ്പിച്ചു. പരിക്ക് വിട്ടുമാറാത്ത മർലിയോട് വിശ്രമിച്ചുകൂടെ എന്ന ചോദ്യത്തിന് സംഗീതത്തെ പ്രതിരോധമാക്കിയ ആ ജമൈക്കക്കാരൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ലോകത്തെ മോശമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു ദിവസം പോലും അവധിയെടുക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിന് അവധിയെടുക്കണം? 1976 അവസാനത്തോടെ മർലി ജമൈക്ക വിട്ടു ഇംഗ്ലണ്ടിലെത്തി. അവിടെ അദ്ദേഹം 2 വർഷം പ്രവാസ ജീവിതം ചെലവഴിച്ചു. ഇംഗ്ലണ്ടിലായിരിക്കെ എക്സോഡസ്, കായ എന്നീ ആൽബങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്തു. എക്സോഡസ് തുടർച്ചയായി 56 ആഴ്ച ബ്രിട്ടീഷ് ആൽബം ചാർട്ടുകളിൽ തുടർന്നു. ഇതിനിടയിൽ ലണ്ടനിൽ വെച്ച് കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെറിയ രീതിയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്തു. 1978 മർലി ജമൈക്കയിലേക്ക് മടങ്ങുകയും മറ്റൊരു പൊളിറ്റിക്കൽ കൺസേർട്ടായ വൺ ലവ് പീസ് പെർഫോം ചെയ്യുകയും ചെയ്തു. ഈ പെർഫോമൻസിൻ്റെ അവസാന ഘട്ടത്തിൽ മർലിയുടെ അഭ്യർത്ഥന പ്രകാരം
അന്നത്തെ ഭരണകക്ഷി നേതാവായ മൈക്കിൾ മാൻലിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായ എഡ്വേർഡ് സാഗയും വേദിയിൽ പരസ്പരം ഹസ്തദാനം നടത്തി. 1977 ജൂലൈയിൽ കാൽവിരലിൻ്റെ നഖത്തിന് കീഴിൽ മാർലിക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കാൽവിരൽ മുറിച്ചു മാറ്റാനായി ഡോക്ടർമാർ ഉപദേശിക്കുകയും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെ ഉദ്ധരിച്ച് ഉപദേശം മാർലി നിരസിക്കുകയും ചെയ്തു. 1980 ഒരു ലോകപര്യടനം ഷെഡ്യൂൾ ചെയ്യുകയും 1980 സെപ്റ്റംബർ 23 പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗിൽ മാർലിയുടെ അവസാന പെർഫോമൻസിന് 2 ദിവസം മുമ്പ് സെൻട്രൽ പാർക്കിലെ ജോഗിങ്ങിനിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു. ക്യാൻസർ തലച്ചോറിലേക്ക് പടർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. താമസിയാതെ ക്യാൻസർ ശരീരത്തിലുടനീളം വ്യാപിച്ചതിനാൽ മാർലിയുടെ ആരോഗ്യം മോശമായി. പര്യടനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ റദ്ദാക്കുകയും ചികിത്സ തേടുകയും ചെയ്തു. 8 മാസത്തെ ക്യാൻസർ ചികിത്സ പരാജയപ്പെട്ടതിനെ തുടർന്ന് മാർലി ജമൈക്കയിലെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിച്ചു. ജർമ്മനിയിൽ നിന്ന് ജമൈക്കയിലേക്ക് പോകുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി. തുടർന്ന് ഫ്ലോറിഡയിലെ മിയാമിയിൽ ഇറങ്ങിയ ശേഷം അടിയന്തര വൈദ്യസഹായത്തിനായി ആശുപത്രിയിലെത്തിച്ചു. 1981 മെയ് 11 യൂണിവേഴ്സിറ്റി ഓഫ് മിയാമി ഹോസ്പിറ്റലിൽ തൻ്റെ 36-ാം വയസ്സിൽ മാർലി മരണത്തിന് കീഴടങ്ങി. ശ്വാസകോശത്തിലേക്കും തലച്ചോറിലേക്കും ക്യാൻസർ പടർന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാവുകയായിരുന്നു. തൻ്റെ മകൻ സ്വിഗിയോട് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പണത്തിന് ജീവൻ വാങ്ങാൻ കഴിയില്ല. 1981 മെയ് 21 റഫ്തഫാരി മതാചാരപ്രകാരം ജമൈക്കയിൽ തൻ്റെ വീടിന് ചേർന്നുള്ള പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും രാഷ്ട്രീയം സ്വന്തം സംഗീതത്തിലൂടെ ലോകത്തിന് മുൻപിൽ തുറന്നു കാണിച്ച വിപ്ലവകാരിയായിരുന്ന ബോബ് മർലിയുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.